पुതിയൊരു वीडियोയിലേക്ക് എല്ലാവർക്കും स्वागत। आज इस वीडियो में हमारा पाठ्य पुस्तक वसंत कक्षा 7 का रक्त और हमारा शरीर पाठ पढ़ने जा रहे हैं। एक पाठ यतीश अग्रवाल से लिखी हुई एक लेख है। पाठ के शीर्षक रक्त और हमारा शरीर से सूचित करते हैं कि हमारे शरीर के लिए रक्त कितना आवश्यक है और रक्त के महत्व को बताने वाला और रक्तदान करने की आवश्यकता को सूचित करने वाला एक पाठ है। रक्त हमारे लिए कितना महत्वपूर्ण है इसके बारे में बताते हैं। आगे सुनिए। दिव्या अनिल की छोटी बहन है। दिव्या अनिलिൻ്റെ ഇളയ സഹോദരിയാണ്। യോം तो वह शुरू में ही कमज़ोर है। കുട്ടിക്കാലം മുതലേ ചെറുപ്പത്തിലേ തുടങ്ങി അവൾ വളരെ വീക്കാണ്। लेकिन इधर कुछ दिनों से उसे हर समय धक्कान महसूस होती रहती है। പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൾക്ക് ഏത് സമയത്തും धक्कान महसूस होती रहती है। ഭയങ്കര ക്ഷീണം തോന്നുന്നു। मन किसी काम में नहीं लगता। ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല। भूख भी पहले से कम हो गई है। വിശപ്പാണെങ്കിലും പണ്ടത്തെക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്। अस्पताल में उसे डॉक्टर ने देखा तो कहा लगता है दिव्या के शरीर में रक्त की कमी हो गई है। അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ദിവ്യയ്ക്ക് രക്തക്കുറവാണെന്ന് തോന്നുന്നു। ജാഞ്ച് കരാക്കർ ദേഖ്തേ ഹെ, രക്തം പരിശോധിച്ച് നോക്കട്ടെ। एक कहकर उन्होंने दिव्या को रक्त की जांच के लिए पास के एक कमरे में भेज दिया എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവരെ തൊട്ടടുത്തുള്ള വേറൊരു മുറിയിലേക്ക് വിട്ടു। वहाँ अनिल को अपनी ही जान पहचान की डॉक्टर दीदी दिखाई दी। അവിടെ എത്തിയപ്പോൾ അനിലിന് പരിചയമുള്ള ഒരു ഡോക്ടർ ചേച്ചിയാണ് അവിടെ ഉണ്ടായിരുന്നത്। ഡോക്ടർ ദീദീനെ കഹോ അനിൽ കൈസേ ആനാ ഹുവാ। അപ്പോൾ അനിലിനോട് ഡോക്ടർ ദീദി ചോദിച്ചു എന്തിനാ വന്നേ। अनिल ने बताया कि डॉक्टर ने दिव्या को खून की जांच के लिए आपके पास भेजा है। അപ്പോൾ അനിൽ പറഞ്ഞു ഡോക്ടർ ദിവ്യനെ രക്തം പരിശോധിക്കാനായിട്ടാണ്, ജാഞ്ച് കാരണം വെച്ചാൽ പരിശോധിക്കുക, ഖൂൻ എന്ന് വെച്ചാൽ ബ്ലഡ് പരിശോധിക്കാനായിട്ടാണ് അവിടേക്ക് അയച്ചത്। इतना सुनते ही डॉक्टर दीदी ने दिव्या की उंगली से रक्त की कुछ बूंदें एक छोटी सी शीशी में डाल दी। അപ്പോൾ അത് കേട്ട ഉടനെ ഡോക്ടർ ദീജി ഒരു കുഞ്ഞു കുപ്പിയിൽ ദിവ്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്തു। അവർ സ്ലൈഡ് पर लगा दी, എന്നിട്ട് അതൊരു സ്ലൈഡിൽ വെച്ചു। फिर अनिल से बोली अनिल तुम कल अस्पताल से रिपोर्ट ले जाना। എന്നിട്ട് അനിലിനോട് പറഞ്ഞു അനിൽ നീ നാളെ വന്ന് റിപ്പോർട്ട് വാങ്ങണമെന്ന് പറഞ്ഞു। अगले दिन अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी। പിറ്റേ ദിവസം വന്ന് അനിൽ ഡോക്ടർ ദീദിയുടെ ഡോറിൽ ദർവാസെ पर दस्तक दी എന്ന് വെച്ചാൽ knock at the door, അതായത് വാതിലിൽ മുട്ടി। ഭീതർ സെ ആവാസ് ആയി, അകത്തു നിന്നപ്പോൾ മറുപടി വന്നു ആ ജാവോ, കമിന്ന് പറഞ്ഞു। ആ ജാവോ എന്ന് വെച്ചാൽ കമിൻ। अनिल ने कमरे में प्रवेश किया तो पाया डॉक्टर दीदी सूक्ष्मदर्शी द्वारा एक स्लाइड की जांच कर रही है। അനിൽ മുറി കയറി നോക്കിയപ്പോൾ കണ്ടത് ഡോക്ടർ ദീദി മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്ലൈഡ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്। ദീദി के इशारे से वह पास की रखी एक कुर्सी पर बैठ गया। ദീദിയുടെ ജസ്റ്റേഴ്സ് അനുസരിച്ച്, ഇഷാരാഞ്ച ജസ്റ്റേഴ്സ് ദീദി ആംഗ്യം കാണിച്ചനുസരിച്ച് അവൻ അടുത്ത് തന്നെയുള്ള ഒരു കസേരയിൽ ഇരുന്നു। स्लाइड की जांच पूरी होने पर डॉक्टर दीदी ने साबुन से हाथ धोए और तौलिए से पोंछती हुई बोली। അപ്പോൾ സ്ലൈഡ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദീദി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി എന്നിട്ട് ടവൽ കൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു അനിൽ ദിവ്യക്കോ അനീമിയ ഹേ, ദിവ്യക്ക് അനീമിയാണ്। ചിന്താക്കി ബാത്ത് നക്കി, ഡോണ്ട് വറി, പേടിക്കാനൊന്നുമില്ല। കുച്ച് ദിൻ ദവാ ലോഗി तो ठीक हो जाएगी, കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ മതി, ശരിയാവും। അനിൽ കെ मन में जिज्ञासा हुई, वह बोला दीदी एक सवाल पूछूं। അപ്പം അനിലിന് ഒരു ജിജ്ഞാസ, ഒരു ആൻസൈറ്റി, एक सवाल पूछूं, ഞാൻ ചോദിച്ചോട്ടെ। हाँ हाँ क्यों नहीं। അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ചോദിച്ചോളൂ। डॉक्टर दीदी ने कहा एनीमिया से आपका क्या मतलब है दीदी। ഈ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടറെ, उसने पूछा। एक जानने के लिए तुम्हें रक्त के बारे में जानना होगा, അതറിയാനായിട്ട് നീ രക്തത്തെക്കുറിച്ച് അറിയണം। ഡോക്ടർ ദീദിനെ കഹ, ഡോക്ടർ ദീദി പറഞ്ഞു അനീമിയ എന്താണെന്ന് അറിയണമെങ്കിൽ രക്തത്തെക്കുറിച്ച് അറിയണം। फिर बोली अनिल देखने में रक्त लाल द्रव के समान दिखता है।
അനിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് രക്തം ചുവന്ന ഒരു ദ്രാവകമായിട്ടാണ് തോന്നുന്നത്. കിന്തു ഇസേ സൂക്ഷ്മദർശി ദ്വാര ദേഖേത്തോ യഹ് ഭാനുമതി കെ പിട്ടാരെ സെ കം നഹി. അത് പക്ഷേ ഒരു സൂക്ഷ്മദർശി ദ്വാര അത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഭാനുമതി കെ പിട്ടാരെ എന്ന് പറഞ്ഞാൽ ഭാന്തിക്ക് വസ്തു, അതിനകത്ത് പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ട്. മോട്ടെ തൗർ पर इसके दो भाग होते हैं. ചുരുക്കി പറയാൻ അതിനകത്ത് ഏറ്റവും ചെറുതാക്കി പറയുകയാണെങ്കിൽ അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഏക ഭാഗ് ജോ തരൾ ഹെ ജിസെ ഹം പ്ലാസ്മ കഹത്തെ ഹെ. ഒരു ഭാഗം എന്ന് പറയുന്നത് തരളാണ്, ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്, അതിനെ പ്ലാസ്മ എന്ന് പറയുന്നു. ദൂസര വഹ് ജിസ്മെ ചോട്ടെ ബെഡെ കൈ തര കൺ ഹോത്തെ ഹെ. രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായ അനേകം കണങ്ങളുണ്ട്. കുച്ച് ലാൽ, കുച്ച് സഫേദ്, ആ കുച്ച് ऐसे जिनका कोई रंग नहीं, जिन्हें बिंबाणु या प्लेटलेट कण कहते हैं. അപ്പം കുറച്ച് ചുമന്നതും കുറച്ച് വെളുത്തും പിന്നെ കുറച്ച് നിറമില്ലാത്ത കണങ്ങളും അതിനെ ബിംബാണു അഥവാ പ്ലേറ്റ്ലെറ്റ് എന്നാണ് പറയുന്നത്. ഈ കൺ പ്ലാസ്മാമയും തകർത്തേ രഹിതേക്ക്. ഈ കണങ്ങൾ ഇങ്ങനെ പ്ലാസ്മയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഇത്തന കർ ഡോക്ടർ ദീദിനെ സൂക്ഷ്മദർശി കെ നീച്ചെ ഏക്ക് സ്ലൈഡിലേക്കായി. ഇത്രയും പറഞ്ഞുകൊണ്ട് മൈക്രോസ്കോപ്പിനടിയിൽ ഒരു സ്ലൈഡ് വെച്ചിട്ട് ഉസെ ഫോക്കസ് കിയ അവർ ബോലി. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ദേഖോ അനിൽ സൂക്ഷ്മദർശി ദ്വാര ജോ കൺ തുമേ ദിഖായി ദേ രഹേ ഹെ യേ ഹെ ലാൽ രക്തകണ. ഇത് നോക്കിയ അനിൽ ഇപ്പോൾ സൂക്ഷ്മദർശിയിലൂടെ ഏത് കണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണാൻ പറ്റുന്ന അതാണ് ചുവന്ന രക്തകണം. സ്ലൈഡ് ദേഖ് മാനോ ഐശ്വര്യസെ ഉച്ചൽപ്പെടാ അനിൽ. സ്ലൈഡ് കണ്ടതും അനിൽ ആശ്ചര്യം കൊണ്ട് അത്ഭുതം കൊണ്ട് തുള്ളിച്ചാടി. അനിലിന് ഭയങ്കര അത്ഭുതം തോന്നി. രക്തയ്ക്ക് ഏക് ബൂന്തുമേ ഇത്തനെ സാരേ കൺ. രക്തത്തിൻ്റെ ഒരു തുള്ളിയിൽ ഇത്ര അധികം കണങ്ങളോ? ഇസ്കിത്തോ കൽപ്പനാഭീനാക്കിയും കർ സക്താതാ. അത് അവന് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. വഹ് ബോല ഇനെ ദേക്കർത്തോ ऐसा लग रहा है मानो बहुत सी छोटी छोटी ബാലുശാഹി രഖ് ദി ഗയി ഹോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുറേ ചെറിയ ബാലുശാഹി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്ന്. ബാലുശാഹി എന്ന് പറയുന്നത് ഒരു മധുരപലഹാരമാണ്. നമ്മുടെ ഉഴുന്ന് വടയുടെയൊക്കെ ഷേപ്പിരിക്കും. ഹാം ദീദി ബോലി ലാൽ രക്തകണ ബനാവട്ട് മേ ബാലുശാഹി കി തര ഹോത്തെ ഹെ. ശരിയാണ്, ചുവന്ന രക്തകണങ്ങളുടെ ആകൃതി ഏകദേശം ബാലുശാഹിയെ പോലെ തന്നെ ഇരിക്കും. ഗോൾ ഔർ ദോനോ തരഫ് അവതൽ, നല്ല വട്ടത്തിലുള്ളതും 2 വശം ഇങ്ങനെ പരന്നതും. യാനി ബീച്ച് മേ ദബേ ഹുയേ ഹേ, അല്ല ഉരുണ്ട് 2 വശം പരന്ന മധ്യത്തിൽ ദബേ ഹുയെ, ഉഴുന്ന് വടയെടുക്കുന്ന മടിയിലൊരു കുഴി പോലെയില്ല, അതുപോലെ കുറച്ച് പ്രസ് ചെയ്തിട്ടുള്ള പോലത്തത്. രക്തയ്ക്ക് ഏക് ബൂന്തുമേ ഇൻകി സംഖ്യ ലാഖോമേ ഹോത്തി ഹേ. ഒരു തുള്ളി രക്തത്തിനകത്ത് ഇതിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനാണ്. യദിഹം ഏക് മില്ലിമീറ്റർ അല്ല മില്ലിലിറ്റർ രക്ത ലേത്തോ ഉസ്മേ ഹമേ 40 से 55 लाख കൺ മിലേങ്കെ. 1 മില്ലിലിറ്റർ രക്തം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെ കണങ്ങളാണ് ചുവന്ന രക്തകണങ്ങളാണ് ഉള്ളത്. ഇസ്കെ കാരൻ കി ഹമേ രക്ത ലാൽ രംഗ് ക നസ്രാത്താ ഹെ. ഇത്ര അധികം രക്തകണങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ചുവന്ന രക്തകണങ്ങൾ ഉള്ളത് കൊണ്ടാണ് രക്തം ചുവപ്പായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഏ കണ ശരീരത്തിലെ ദിൻ രാത് കാം കർത്തേ ഹേ. ഈ കണങ്ങൾ ശരീരത്തിന് വേണ്ടി രാത്രിയും പകലും വർക്ക് ചെയ്യുന്നു. സാസ് ലേനെ पर साफ हवा से जो ऑक्सीजन तुम प्राप्त करते हो उसे शरीर के हर हिस्से में पहुंचाने का काम इन कणों का ही है. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആ വായുവിൽ നിന്നുള്ള ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്ന ജോലിയാണ് ഈ ചുവന്ന രക്തകണങ്ങൾ ചെയ്യുന്നത്. ഇൻകാ ജീവൻകാൽ ലഗ്ഭഗ് 4 മഹീനെ ഹോത്താ ഹെ. ഇവരുടെ ജീവിതകാലം എന്ന് പറയുന്നത് 4 മാസമാണ്. 4 മഹീനെ കെ ഹോത്തെ ഹോത്തെ ये नष्ट हो जाते हैं. 4 മാസം എത്തുമ്പോഴത്തേനും ഇവ പതുക്കെ നഷ്ടമാകും. ലേക്കിൻ ഏക് സാത്ത് നഹീം, പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ചല്ല. ധീരെ ധീരെ കുച്ച് ആജ് കുച്ച് കൽ ആ കുച്ച് ഉസുസേ അകലേ ദിൻ. ഈ കുറച്ച് ഇന്ന്, കുറച്ച് നാളെ, കുറച്ച് അതിൻ്റെ വീഡിയോസ് അങ്ങനെ. തബ് തോ കുച്ച് ഹി മഹീനോ മേ യേ ഖത്മ ഹോ ജാത്തെ ഹോംഗെ അനിലിനെ കഹ. അപ്പോൾ അനിൽ ചോദിച്ചു, അപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം തീർന്നു പോകില്ലേ ഈ ചുവന്ന രക്താണുക്കൾ? യഹ് സുൻകർ ഡോക്ടർ ദീദി മുസ്കരാ ഉടി ബോലി. കേട്ടപ്പോൾ ഡോക്ടർ ദീദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നഹി ഐസ നഹി ഹോത്ത. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ശരീർ മേ ഹർ സമയ് നയേ കൺ ബെൻതേ രഹത്തെ ഹേ. ശരീരത്തിൽ എപ്പോഴും പുതിയ കണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ജോ നഷ്ട കണവും ക സ്ഥാൻ ലേത്തേക്ക് ഈ നഷ്ടമാകുന്ന കണങ്ങളുടെ സ്ഥാനത്തേക്ക് പുതിയതായിട്ടുണ്ടാകുന്ന കണങ്ങൾ വരും. അപ്പോൾ അവരുടെ സംഖ്യ ഒരിക്കലും കുറയില്ല. ഹഡിയോ കെ ബീച്ച് കെ ഭാഗ് മജ്ജ में ऐसे बहुत से कारखाने होते हैं जो രക്ത കണവും കെ നിർമ്മാൺ कार्य में लगे रहते हैं. നമ്മുടെ ഹഡ്ഡി എന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകളുടെ ഉള്ളിൽ ബോൺസിൻ്റെ ഉള്ളിൽ മജ്ജയുണ്ട്. ആ മജ്ജയുടെ ഉള്ളിൽ ഇതുപോലത്തെ അനേകം കാർഖാനകളുണ്ട്. കാർഖാന എന്ന് വെച്ചാൽ ഫാക്ടറി എന്നർത്ഥം. ഈ രക്തകണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഖാനകളുണ്ട്. രക്തകണമൊക്കെ നിർമ്മാണം ലഘുരകത്തേക്ക് എല്ലായ്പ്പോഴും അതിനകത്ത് രക്തകണങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കും. इसके लिए इन कारखानों का प्रोटीन लौह तत्व और विटामिन डी भी कच्चे माल की ज़रूरत होती है. അതിനു വേണ്ടിയിട്ട് ഈ ഫാക്ടറികൾക്ക് പ്രോട്ടീനും ലൗഹതത്വം എന്ന് വെച്ചാൽ അയണും വിറ്റാമിൻ മുതലായ കച്ചേ മാൽ എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. യഹ് പൗഷ്ടിക് ആഹാർ ലേത്തെ ഹോ हरी सब्जी फल दूध अंडा और गोश्त में ये തത്വ ഉപയുക്ത മാത്രമേ ഹോത്തേ ഹേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിനകത്ത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ്? സബ്ജി, വെജിറ്റബിൾസ്, ഫൽ, ദൂത്, മിൽക്ക്, അണ്ട, എഗ്ഗ്, ഗോസ്ത് മാംസം, ഇതിനകത്തെല്ലാം ഈ തരത്തിലുള്ള മിനറൽസും പ്രോട്ടീൻസും ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ രക്തനിർമ്മാണത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഉണ്ട്. यदि कोई व्यक्ति उचित आहार ग्रहण नहीं करता तो इन कारखानों को आवश्यकतानुसार कच्चा माल नहीं मिल पाता. ഏതെങ്കിലും ഒരു വ്യക്തി ഉചിതമായ രൂപത്തിൽ ആഹാരം കഴിച്ചില്ല എങ്കിൽ ഈ ഫാക്ടറികൾക്ക് ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ് കിട്ടില്ല. കച്ചാമാൽ റോ മെറ്റീരിയൽസ് കിട്ടുകയില്ല. നതീജ യഹ് ഹോത്താ ഹെ കി രക്തകൺ ബെൻ നഹീം പാത്തേ. അന്നേരം എന്ത് സംഭവിക്കും? നദിയാസ് അതിൻ്റെ റിസൾട്ട് എന്താവും? രക്തകണങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. രക്തമേ എനിക്ക് കമ്മി ഹോ ജാത്തിക്ക്. അപ്പോൾ രക്തകണങ്ങൾ എല്ലായ്പ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ. അപ്പോൾ അവർക്കുള്ള റോ മെറ്റീരിയൽസ് കിട്ടിയില്ലെങ്കിൽ രക്തകണങ്ങളുടെ നിർമ്മാണം നടക്കില്ല. ഫാക്ടറിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് കിട്ടിയാലാണല്ലോ പ്രോഡക്റ്റ് ഉൽപ്പാദിക്കാൻ പറ്റുള്ളൂ. അപ്പം രക്തകണങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽസ് കിട്ടാത്തതുകൊണ്ട് അവർ രക്തകണങ്ങൾ ഉൽപ്പാദിപ്പിക്കില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ കമ്മി ഹോ ജാത്തി ഹേ, രക്തക്കുറവുണ്ടാവും. ലാൽ കണവും കി ഇസി കമ്മിക്കോ എനീമിയ കഹത്തെ. ലാൽ കണങ്ങളുടെ ഈ കുറവിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. तो क्या संतुलन आहार लेने मात्र से हम एनीमिया से बचे रह सकते हैं? അപ്പോൾ അനിലിന് വീണ്ടും ഒരു സംശയം. എന്താ, നമ്മൾ സന്തുലിതമായ ആഹാരം കഴിച്ചാൽ, അതായത് ബാലൻസ്ഡ് ഫുഡ് കഴിച്ചാൽ നമുക്ക് എനീമിയയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ അനിൽ ചോദിച്ചു. ദീദി ബോലി ഹാം യഹ് കഹന കാഫി ഹദ് തക് സഹി ഹോക. ശരിയാണ്, ഒരു പരിധിവരെ നീ പറഞ്ഞത് ശരിയാണ്. യോ തോ എനീമിയ ബഹുത്ത് സെ കാരണവും സെ ഹോ സക്താ ഹേ. പക്ഷേ അനീമിയ വളരെയേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകും. കിന്തു ഹമാരെ ദേശ് മേ ഇസ്കാ സബ്സെ ബഡാ കാരണം പൗഷ്ടിക് ആഹാർ കി കമി ഹേ. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ ഈ എനീമിയ വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ പോഷകാഹാരത്തിൻ്റെ കുറവാണ്. പോഷകാഹാര കുറവ് കൊണ്ടാണ്. ഇസ്കെ അലാവ ഇസ് രോഗ കാ ഏക और बड़ा कारण है पेट में कीड़ों का हो जाना. ഇത് കൂടാതെ ഈ രോഗം ഇസ്കെ അലാവ ഇതിനെ കൂടാതെ ഈ രോഗം വരാനുള്ള ഒരു വലിയ കാരണം എന്ന് പറഞ്ഞാൽ വയറ്റിൽ കീടാണുക്കൾ ഉണ്ടാവുക. കീടയെന്ന് വെച്ചാൽ ഒരുതരം വർംസ് ഉണ്ടാവുക. जो ये कीड़े प्रायः दूषित जल और खाद्य पदार्थों द्वारा हमारे शरीर में प्रवेश करते हैं. ഈ കണങ്ങൾ ദൂഷിത ജലവും അതുപോലെ വൃത്തിഹീനമായ ആഹാരങ്ങളും കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അഥവാ इनसे बचाने के लिए आवश्यक है कि हम पूरी सफाई से बनाए रहे खाद्य पदार्थ ही ग्रहण करें. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പൂരി സഫായി സെൻസ് നന്നായിട്ട് നല്ല വൃത്തിയായിട്ടുണ്ടാക്കിയ ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണ് കഴിക്കാവുള്ളൂ. ഖാദ്യപദാർത്ഥം വെച്ചാൽ ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണ് കഴിക്കാവുള്ളൂ. ഭോജൻ കർണേ സെ പൂർവ്വ അച്ചി തരഹ ഹാത്ത് ധോ ലേ और സാഫ് പാനി കി പിയേം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ നല്ല വൃത്തിയായി കഴിയണം. അതുപോലെ തന്നെ ശുദ്ധമായ ജലം മാത്രമേ കുടിക്കാവുള്ളൂ. ഹാം അനിൽ ഏക് കിസ്മയ്ക്ക് കീടേ ഭീ ഹേ. അതുകൂടാതെ വേറൊരു തരത്തിലുള്ള കൃമികളുണ്ട്. കീടേന്ന് വെച്ചാൽ വേംസ്. ജിൻകെ അണ്ടേ സെമീൻ കി ഉപരി സതക് പായേ ജാത്തേക്ക്. അതിൻ്റെ മുട്ടകൾ നമ്മുടെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടും. ഇൻ അണ്ടോ സെ ഉൽപ്പന്ന ഹുയെ ലാർവെ ത്വചാ കെ രാസ്തെ ശരീർ മേം പ്രവേശ് കർ ആന്തോ മേം അപ്പന ഘർ ബനാ ലേത്തെ ഹേ. ഈ മുട്ടകളുടെ ലാർവ നമ്മുടെ ശരീരത്തിലെ ത്വക്ക് വഴി
രാസ്തെ ത്വചാ കെ രാസ്തെ എന്ന് വെച്ചാൽ ത്വക്ക് വഴി ശരീരം ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആന്തോമേ അപ്പന ഘർ ബനാ ലേത്തെ ഹെ. ആന്തോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടൽ, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ അവർ വാസസ്ഥാനമാക്കുക. അപ്പന ഘർ ബനാ ലേന വെച്ചാൽ വാസസ്ഥാനമാക്കുക. അപ്പോൾ ഈ കീടാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അവ നമ്മുടെ ചെറുകുടലിൽ വാസം ഉറപ്പിക്കും. ഇൻസെ ബച്ചനെ കാ സഹജ ഉപായ ഹേ കി ശൗച് കെ ലിയെ ഹം ശൗചാലയ കാ ഹി പ്രയോഗ കരയും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ശൗചം ചെയ്യാനായിട്ട് ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കണം. ശൗചാലയം വെച്ചാൽ ടോയ്ലറ്റ്. അവർ ഇധർ ഉധർ നങ്കെ പയ ന ഘൂമേ, അവിടെ എവിടെയൊന്നും ചെരുപ്പില്ലാതെ നടക്കരുത്. ദീദി യഹ്തോ ബഹുത്തി മഹത്വപൂർണ്ണ ബാത് ബതായി ആപ്നെ. അപ്പോൾ അനിൽ ബോല, ചേച്ചി വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. വഹു പൽ ഭർ സോച്ച് മേ ഡൂബ് ഗയ. അവൻ കുറച്ച് നേരത്തേക്ക് ചിന്തിച്ചു. ഫിർ ബോല आपने बताया था कि रक्त में सफ़ेद कण और बिंबाणु या प्लेटलेट भी होते हैं, शरीर में इसका क्या काम है? അത് കഴിഞ്ഞ് കുറച്ച് നേരം ആലോചിച്ചിട്ട് ചേച്ചി പറഞ്ഞില്ലേ ഇതുകൂടാതെ വെളുത്ത കണങ്ങളും ബിംബാണുക്കളും അഥവാ പ്ലേറ്റ്ലെറ്റും ഉണ്ടെന്ന്. അതിന് എന്താണ്, ശരീരത്തിൽ എന്താണ് അതിൻ്റെ ജോലി? ദീദി ബോലി സഫേദ് കണ വാസ്തവമേ ഹമാരെ ശരീർ കെ വീര സിപാഹി ഹേ. ദീദി പറഞ്ഞു സഫേദ് കണങ്ങൾ, വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലെ വീര സിപാഹിയാണ് വാസ്തവത്തിൽ. जब रोगाणु शरीर पर दावा बोलने की कोशिश करते हैं तो सफ़ेद कण उससे डटकर मुकाबला करते हैं. അപ്പോൾ എപ്പോഴെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാൻ തുടങ്ങുകയാണെങ്കിൽ ഈ വെളുത്ത രക്താണുക്കൾ അതിനോട് അതിനെതിരെ പൊരുതുന്നു. और जहाँ तक संभव हो पाता है कि रोगाणुओं को भीतर घर नहीं करने देते. എപ്പോൾ വരെ ഇത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ ശരീരത്തിനകത്ത് അവരെ കൂട് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ നമ്മുടെ ശരീരത്തിനകത്ത് കയറി താമസിക്കാനായിട്ടുള്ള അനുവാദം അവർ കൊടുക്കില്ല. അതിനെ നശിപ്പിക്കുന്നവരെ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ബസ് സംശയമയോം മാൻ ലോക്കി വേ ബഹുത് സെ രോഗം സെ ഹമാരി രക്ഷ കർത്തേ ഹേ. ചുരുക്കം പറഞ്ഞാൽ ഇവ നമ്മളെ വളരെയധികം രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ വെളുത്ത രക്താണുക്കളാണ്. ബിംബാണുओं का काम है चोट लगने पर रक्त जमाव क्रिया में मदद करना. പിന്നെ ബിംബാണു സഹായിക്കുന്നത് എന്താ വെച്ചാൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ബിംബാണു. रक्त के तरल भाग प्लाज्मा में एक विशेष किस्म की प्रोटीन होती है जो रक्तवाहिका की कटी फटी दीवार में मकड़ी के जाले के समान एक जाला बुन देती है. അപ്പം മുറിവുണ്ടാകുന്ന സമയത്ത് രക്ത के तरल भाग में प्लाज्मा में ഈ രക്തത്തിൻ്റെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഭാഗത്ത് പ്ലാസ്മയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിശേഷ കിസ്മിക്ക് പ്രോട്ടീൻ ഹോത്തിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. ജോ രക്തവാഹിയാക്കി കട്ടിഭടി ദീവാർമേം, ആ രക്തക്കുഴലിൻ്റെ പൊട്ടിയ ഭാഗത്ത് ദീവാർമേ, ആ പൊട്ടിയ ഭിത്തിയിൽ മകടി കെ ജാൽ കെ സമാൻ ഏക് ജാല ബുന്ദേത്തി ഹേ, നമ്മുടെ ചിലന്തിയുടെ വല പോലെ ഒരു വല നെയ്തു കൂട്ടുന്നു. ബിംബാണു ഇസ് ജാലെ സെ ചിപക് ജാത്തെ ഹേ. ഈ ബിംബാണുക്കൾ ആ വലയിൽ വന്നിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. ചിപക് ജാന വെച്ചാൽ ഒട്ടിപ്പിടിക്കുക. और इस तरह दीवार में आई दरार भर जाती है. ഇപ്രകാരം ആ ഭിത്തിയിലുണ്ടായ ദരാർ, വിള്ളൽ, മുറിവ് ഭർ ജാത്ത ഹേ, അങ്ങനെ അത് കവർ ചെയ്യുന്നു. ജിസ്സെ രക്ത ബാഹർ നികൽന ബന്ദ് ഹോ ജാത്ത ഹേ, അങ്ങനെ രക്തം പുറത്തേക്ക് പോകുന്നത് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. അനിൽ ബോല ദീദി लेकिन घाव गहरा हो तब तो खून बहता ही चला जाता है. പക്ഷേ ദീദി മുറിവ് നല്ല ആഴത്തിലുള്ളതാണെങ്കിൽ, ആഴത്തിലുള്ളതാണെങ്കിൽ രക്തം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കില്ലേ? हाँ ऐसे समय में उस व्यक्ति को जल्दी से डॉक्टर के पास ले जाना चाहिए. അങ്ങനത്തെ അവസരത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിക്കണം. जरूरत समझने पर ऐसी स्थिति से निपटने के लिए कुछ ढांगे भी लगाने पड़ सकते हैं. ആവശ്യം വരികയാണെങ്കിൽ ആ സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ടാങ്കെ ബി ലഗ് സക്തേ ഹേ. കുച്ച് ടാങ്കെ എന്ന് വെച്ചാൽ സ്റ്റിച്ച്, ആവശ്യമായി വന്നാൽ കുറച്ച് തുന്നലിടിക്കുകയും വേണം, സ്റ്റിച്ച് ഇടിക്കുകയും വേണം. किंतु डॉक्टर के पास पहुंचने तक के समय में चोट के स्थान पर कसकर एक साफ कपड़ा बांध देना चाहिए. പക്ഷേ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നതിന് വരെയുള്ള സമയത്ത് മുറിവ് പറ്റിയ സ്ഥലത്ത് ഒരു വൃത്തിയുള്ള തുണി വെച്ച് കസ്കർ എക്ക് സാഫ് കപ്പട ബാന്ധ് ദേനാ ചാഹിയെ, ഒരു വൃത്തിയുള്ള തുണി വെച്ച് നല്ല മുറുക്കി കെട്ടിവെക്കണം. ദബാ പഠനെ സെ രക്ത ക ബഹാവ് കം ഹോ ജാതാ ഹെ, അങ്ങനെ പ്രസ് ചെയ്ത് കെട്ടിവെക്കുമ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുന്നു. ജോ ഉസ് വ്യക്തിക്ക് ലിയെ കാഫി ലാഭദായക് സിദ്ധ ഹോ സക്താ ഹെ, അങ്ങനെ കെട്ടിവെക്കുമ്പോൾ അധികം രക്തം ഒഴുകി പോകാതെ അയാൾക്ക് സഹായകമാകും.
किंतु अगर बहुत अधिक रक्त बह जाए तो उसे രക്ത ചടാനെ की जरूरत भी पड़ सकती है. പക്ഷെ ഒരുപാട് രക്തം ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ രക്തം കയറ്റി കൊടുക്കണം. ദീദീനെ समझाते हुए कहा. അങ്ങനെ ദീദി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. अनिल ने कहा क्या ऐसे समय में किसी भी व्यक्ति का खून काम आ सकता है. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഏത് വ്യക്തിയുടെ വേണമെങ്കിലും രക്തം നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റുമോ, സഹായകമാകുമോ? दीदी बोली अनिल हर किसी का रक्त एक सा नहीं होता. പറഞ്ഞു അനിൽ എല്ലാവരുടെയും രക്തം ഒരുപോലെയല്ല. कुछ विशेष गुणों के आधार पर रक्त को 4 मुख्य वर्गों में बांटा दिया गया है. ചില പ്രത്യേക ഗുണവിശേഷങ്ങളനുസരിച്ച് രക്തത്തെ 4 പ്രധാന ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. जरूरतमंद व्यक्ति के रक्त समूह की जांच करने के बाद जरूरतमंद व्यक्ति ആവശ്യക്കാരൻ നീഡി പേഴ്സൻ്റെ രക്തത്തിൻ്റെ പരിശോധിച്ചതിന് ശേഷം ഉസി രക്തസമൂഹ രക്ത ചടായ ജാതാ ഹെ. അദ്ദേഹത്തിന് അയാളുടെ രക്തസമൂഹത്തിൽപ്പെട്ട രക്തം തന്നെ കയറ്റിക്കൊടുക്കണം. लेकिन जरूरत के समय में यदि उस रक्त समूह का कोई व्यक्ति मिले ही नहीं तब അനിലിനെ പൂച്ച. അനിൽ അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോൾ ആവശ്യം വന്ന സമയത്ത് അതേ രക്തസമൂഹത്തിൽപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് അനിൽ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ऐसी आपात स्थिति के लिए ही ब्लड बैंक बनाए गए हैं. ഇങ്ങനത്തെ ആപാതസ്ഥിതി, ഈ ആപാതസ്ഥിതി അപകടസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന് വേണ്ടിയിട്ടാണ് ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. प्रायः हर बड़े अस्पताल में इस तरह के ब्लड बैंक होते हैं. മിക്കവാറും എല്ലാ വലിയ ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള ബ്ലഡ് ബാങ്കുകളുണ്ട്. जहाँ सभी प्रकार के रक्त समूहों का रक्त तैयार രഖാ ജാതാ ഹെ. അവിടെ എല്ലാ തരത്തിലുമുള്ള രക്തസമൂഹത്തിലുമുള്ള എല്ലാ തരം രക്തസമൂഹത്തിലും പെട്ട രക്തം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. किंतु इन ब्लड बैंकों में रक्त का भंडार सुरक्षित रहे इसके लिए यह आवश्यक है कि हम समय समय पर रक्तदान करते रहे. പക്ഷേ നമ്മൾ ഈ ബ്ലഡ് ബാങ്കിൽ നമ്മൾ രക്തക്ക ഭണ്ഡാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക്, ഭണ്ഡാറിൻ്റെ സ്റ്റോക്ക്, രക്തത്തിൻ്റെ സ്റ്റോക്ക് സുരക്ഷിതമായിരിക്കണം. അതിനു വേണ്ടിയാണ് इसके लिए यह आवश्यक है कि हम समय समय पर രക്തദാൻ करते रहे. അതുകൊണ്ട് നമ്മൾ സമയങ്ങളിൽ രക്തദാനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. क्या मैं भी रक्तदान कर सकता हूँ? അപ്പോൾ അനിൽ അടുത്ത ചോദ്യം ചോദിച്ചു, എനിക്കും രക്തദാനം ചെയ്യാൻ കഴിയുമോ? നഖീം അഭി തും ചോട്ടെ ഹോ. ഇല്ല ഇപ്പം നീ കുഞ്ഞല്ലേ. 18 वर्ष से अधिक उम्र स्वस्थ व्यक्ति ही रक्तदान कर सकते हैं. 18 वर्ष से अधिक उम्र के, ഇത് 18 വയസ്സിൽ കൂടുതലുള്ള സ്വസ്ഥ വ്യക്തി ഹി രക്തദാൻ കർ സക്തേ. എന്നാൽ ആരോഗ്യവാനായ വ്യക്തി മാത്രമാണ് രക്തദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. एक समय में उनसे लगभग 300 മില്ലിലിറ്റർ രക്ത ഹി ലിയാ ജാതാ ഹെ. ഒരു സമയം ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 300 മില്ലിലിറ്റർ രക്തം മാത്രമാണ് എടുക്കാൻ കഴിയുള്ളൂ. പ്രായഃ യഹ് സമझा जाता है कि രക്തദാൻ करने से कमजोरी हो जाएगी. സാധാരണ അത് പറയാറുണ്ട്, രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു വീക്കാവുമെന്ന് പറയാറുണ്ട്. കിന്തു യഹ് വിചാർ ബിൽക്കുൽ നിരാധാർ ഹെ. എന്നാൽ ഈ രക്തദാനം ചെയ്താൽ രക്തത്തിൻ്റെ അളവ് കുറയും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. നിരാധാർ എന്ന് വെച്ചാൽ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം എന്താണ്, ഹമാര ശരീർ ഇത്തന രക്തത്വ കുച്ച് ഹി ദിനോമേ ബനാലേത്താ ഹെ. നമ്മൾ രക്തം ദാനം ചെയ്ത ആ രക്തം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ 300 ml രക്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. വൈസേ ഹി ശരീർ മേ ലഗ്ഭഗ് 5 ലിറ്റർ ഖൂൻ ഖോത്താ ഹെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം രക്തമുണ്ട്. അതിൽ നിന്നൊരു 300 ml ആണ് നമ്മൾ രക്തദാനം ചെയ്യുന്നത്. इसमें से यदि कुछ रक्त जरूरतमंद व्यक्ति के लिए ജീവൻ ദാൻ ബന ജായേ തോ ഇസ്സെ ബഡി ബാത് ക്യാ ഹോഗി. 5 ലിറ്റർ രക്തം ഉള്ളതിൽ നിന്ന് ഒരു കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരു അത്യാവശ്യക്കാരനായ വ്യക്തിക്ക് ജീവൻ ദാനം ചെയ്താൽ അതിനേക്കാളും വലിയ കാര്യം എന്താണുള്ളത്. ദീദി സംചാത്തെ ഹുയെ ബോലി. അങ്ങനെ ദീദി പറഞ്ഞു, മനസ്സിലാക്കിച്ചു. ഫിർ തോ ബഡാ ഹോനെ പർ മേ നിയമിത രൂപ സെ രക്തദാൻ കിയാ കരൂങ്ക. അപ്പോൾ അനിൽ പറഞ്ഞു, ഇനി മുതൽ ഞാനും 18 വയസ്സായാൽ സമയമാകുമ്പോൾ സമയാനുസൃതമായിട്ട് ഞാനും രക്തദാനം ചെയ്യും. ശബാഷ് അനിൽ. അപ്പോൾ ഡോക്ടർ അനിലിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഡോക്ടർ ദീദിനെ അനിൽ കി പീഠ് ടോക്തേ ഹുയെ കഹ. വെരി ഗുഡ്, ശബാഷ്. പീഠ് ടോക്കന എന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അനിൽ പറഞ്ഞു 18 വയസ്സായ ഞാനും സമയാനുസൃതമായിട്ട് രക്തം ദാനം ചെയ്യുന്ന പറയുമ്പോൾ ഡോക്ടർ ദീദിൻ്റെ പുറത്ത് തട്ടി അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. പാഠം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാഠം മനസ്സിലായെങ്കിൽ നിങ്ങൾ
സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ.